ഹലോ ഗൈസ്, അപ്പോൾ ഇതാ അവിടെ നല്ല ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. വഞ്ചിക്കൊമ്പൊക്കെ വരക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമുക്ക് കാണാം വഞ്ചിക്കൊമ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഗൈസ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുന്നത് എവിടേക്കാണെന്നല്ലേ. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇതാ പെരിന്തൽമണ്ണ നെസ്റ്റോയിലാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കുറച്ചടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ കത്തുപാട്ട് ചെയ്യാനായിട്ടുള്ള ഇലയും കേട്ടാണ് പോണത്. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ ഇവിടെ വന്നത്. അനിയത്തിൻ്റെ വീടെന്ന് പറയുന്നത് പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. മറ്റേ പെരിന്തൽമണ്ണ നെസ്റ്റോയിലാണ് പോയത്. അപ്പോൾ അതാ നമ്മൾ നെസ്റ്റോയിലെത്തി. കുട്ടികളും അനിയത്തിയും ഞാനും കുട്ടികളുമാണ് പോയത്. നമ്മളിതാ കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഓഫറൊക്കെ നോക്കി സാധനങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാതൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറിലുള്ള എടുത്ത് ഫ്രൂട്ട്സിൻ്റെ ഏരിയയിൽ എല്ലായിടത്തും കവർ ചെയ്തത്. ഉപ്പും മുളകും തേച്ചൊരു മാങ്ങൊക്കെ ആ ഒരു ഭാഗം അതിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ കത്തുപാട്ടിനുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ നട്ട്സ് സാധനങ്ങളൊക്കെ എല്ലാം ഓഫറും ഇതൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. ചില ഐറ്റംസിന് നല്ല ഓഫറുണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് ഡോണറ്റ്സൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക്. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഫുഡിൻ്റെ സെക്ഷനിൽ പറയുമ്പോൾ എല്ലാം അപ്പോൾ നമ്മളിത് ഫുഡ് നോക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചത്. എല്ലാവർക്കും ഒരു ഐറ്റം വേണ്ട. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് മന്തി വാങ്ങിച്ച്, അതേപോലെ ഫ്രൈഡ് റൈസും നൂഡിൽസുമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തത്തിൽ ഉപ്പിലിട്ടതും എല്ലാതരം ഉപ്പിലിട്ടതും ഉണ്ട് കേട്ടോ. എല്ലാം നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് അത്രയും ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ തന്നെ അവർ എന്താ പറയുക കഴിയുമ്പോൾ തന്നെ അത് വീണ്ടും കയറ്റുന്നുണ്ട്. പിന്നെ ഇത് സ്നാക്സിൻ്റെ ഭാഗമാണ്. നമ്മളവിടെ ഒന്ന് കറങ്ങിയെന്നുള്ളൂ. പിന്നെ ഇത് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ്. നമ്മൾ ഫുഡൊക്കെ എടുത്ത് കുറച്ചും കൂടെ ഒന്ന് കറങ്ങിയിട്ട് ടൈം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇവിടെയൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോൾ മുകളിൽ ഡ്രസ്സുകളാണ് കേട്ടോ. അതിൽ വല്ലാണ്ട് പോയില്ല. കയറി ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നേ. അപ്പം ഞാനും ഇഷാനും മോനും ഇഷമോളും കഴിച്ചത് മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മന്തിയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിച്ച് ബാക്കിയുള്ളവർ നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല. മന്തിക്ക് വരുന്നത് ക്വാർട്ടർ വരുന്നത് 149 കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് കുറവാണ്. ബാക്കി ഉള്ള ഫുഡ് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഡ്രീം കേക്ക് എടുത്ത് 189 രൂപയാണ് കേട്ടോ. ½ kg ഡ്രീം കേക്ക് കണ്ടപ്പോൾ അതൊരു വലിയ ലുക്കൊന്നും തോന്നിയില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. പക്ഷേ ടേസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ആ റേറ്റല്ലേ ഉള്ളൂ. കുറേ നാളായിട്ട് കേക്ക് കഴിക്കാത്ത കാരണം ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം അതൊരു ഇതാണല്ലോ. അപ്പം അങ്ങനെയാണ് ഡ്രീം കേക്ക് എടുത്തത്. നോക്കുമ്പോൾ കുഴപ്പമില്ല, റേറ്റും കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയത് പുഴയിലാണ് കേട്ടോ. പുഴയിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ നല്ല രസമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളവും മൊത്തം ആ പുഴ നിറച്ച് പുഴ വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. നല്ല വേനലല്ലേ, അത് വറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളാറം കല്ലുകളാണ് കേട്ടോ. അതിനുശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റീൽസിനുള്ള വീഡിയോസൊക്കെ എടുത്ത് അത് സെറ്റാക്കി കഴിച്ച് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു. എന്താ വെച്ചാൽ അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പ്രകൃതി എന്താ പറയുക അത്രയും സുന്ദരമായുള്ളൊരു കാഴ്ചയൊക്കെ കണ്ട് മടങ്ങുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പിയായി, കുട്ടികളൊക്കെ ഹാപ്പിയായി ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ പോരുമ്പോൾ നമ്മൾ ഈ പുഴയുടെ ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ ആയിരുന്നു നമ്മളിതിൻ്റെ പാലത്തിൽ കൂടെ പോകുമ്പോഴാണ് ഈ കാണുന്ന
അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.